ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ അഗ്ലോണിമ ചെടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ലൈറ്റ് ഗ്രീനിൽ യെല്ലോയിഷ് കളറായിട്ടുള്ള ഒരു അഗ്ലോണിമയാണിത്. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഈത്രമാരയുടെ പിങ്ക് കളറാണ്. ഇതും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇനി ഈത്രമാര ബ്ലാക്ക് കളറാണിത്. ഇതിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെ പിങ്ക് ഷെയ്ഡ് കയറി വരുന്ന ഒരു ചെടിയാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ലൈറ്റ് ഗ്രീനും വൈറ്റും യെല്ലോയും കൂടെ ചേർന്നതാണ്. അടുത്തത് പിന്നെ ഈ സുന്ദരിയായിട്ടുള്ള പ്ലാന്റ്. ഇതും നല്ല ബുഷിയായിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ചെടിയും നമ്മൾ ഒരു പോട്ടിലേക്ക് വെച്ചാൽ ആ പോട്ട് നിറയെ വളർന്നൊരു ചെടിയാണ് കേട്ടോ. നല്ല റെഡ് കളർ വരുന്നൊരു പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ്. കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ കാണിക്കുന്ന പ്ലാന്റ് തന്നെ വേണമെന്നുള്ളവർക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് മുകളിൽ കാണിച്ച വാട്സപ്പ് നമ്പറിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഈ ഒരു ചെടി ഗ്രീൻ കളറിൽ പിങ്ക് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ഒരു നാരോ ലീഫിനോ പോലുള്ളൊരു ചെടിയാണ്. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ്. ഇതും ചട്ടിയിൽ നിറയെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ തന്നെ മിനിയേച്ചറായിട്ട് നല്ല ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫായിട്ടുള്ളൊരു പ്ലാന്റാണിത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനിട്ട്. ഇതുപോലെ നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച അത്രയേ ഉള്ളൂ ഇതിൻ്റെ ലീഫുകൾ വരുന്നത്. ഇനിയുള്ളത് പിങ്ക് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഇതും നല്ല ബുഷിയായിട്ടുള്ള വലിയ പ്ലാന്റാണ് കേട്ടോ. എല്ലാ പ്ലാന്റുകളും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുമാണ്. അടുത്തത് വിധൂരിയുടെ ഈ ഒരു പ്ലാന്റാണ്. ഇതും നല്ല റെഡ് കളറൊക്കെ കയറി വന്നിട്ടുള്ള ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി മുമ്പ് കാണിച്ച പ്ലാന്റിൻ്റെ അതേ ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും. ഇതിൻ്റെ ലീഫുകൾ നല്ല റൗണ്ട് ലീഫാണ് വരുന്നത്. പിന്നെയുള്ളത് അഗ്ലോണിമയിൽ നോർമൽ വെറൈറ്റികളായ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഈ ഒരു ചെടിയുണ്ട്. അതുപോലെ തന്നെ പനാമയുടെ ഈ ഒരു പ്ലാന്റ്. ഇതും നമ്മൾ വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു റെഡ് വാലന്റൈൻ ആണ്. ഇത് കുറേയേറെ പേരുകളൊക്കെ മറന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആന്തൂറിയം ചെടികളുടെ ഒരു കുറേ കാലമായി ആന്തൂറിയം മാത്രമായിട്ട്. അപ്പോൾ നമുക്ക് അഗ്ലോണിമ ചെടികളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ അഗ്ലോണിമ ചെടികളൊക്കെ റെഡിയാക്കി ഇപ്പോൾ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കയ്യിലുള്ളത്. ഇതൊക്കെ വലിയ പോട്ടിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ പോട്ട് നിറയെ ഉണ്ട് ഈ ഒരു ചെടി. നല്ല റൗണ്ട് ലീഫായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തത് ഭംഗിയുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും വലിയ പ്ലാന്റ് ആണ്. വലിയൊരു മൺബോട്ടിലാണ് ഇതിരിക്കുന്നത്. ഇത് നിറയെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് വലിപ്പം. പിന്നെയുള്ളത് ഇതാണ്, നോർമലായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതും വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ഇത് നമ്മുടെ പഴയ ബോക്സർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ചോദിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബോക്സർ പ്ലാന്റും റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇതിന് തൈയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ് ബോക്സറിന് വരുന്നത്. മെഹറമറോണ്ട കുഞ്ഞു പ്ലാന്റുകളാണ് ഇത്. ഇതും നല്ല കളർഫുള്ളായിട്ടുള്ള ചെടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണിത്. പിന്നെ അഗ്ലോണിമ വർഗത്തിൽ പെട്ടതല്ലാത്ത മറ്റൊരു ഭംഗിയുള്ള പ്ലാന്റാണിത്. ഇനി അടുത്തത് മാമ്പ അഗ്ലോണിമ ചെടിയാണ്. ഇതിൽ 3-4 തൈകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെയുള്ള ചെടികളൊക്കെ ഓരോരുത്തർ വാങ്ങിപ്പോയി. ഇത്രയും പ്ലാന്റുകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. വീഡിയോയിൽ കാണിച്ച പ്ലാന്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കുക. കാരണം സെയിലായി പോയാൽ പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്ലാന്റ് ആയിരിക്കും. എന്തായാലും ഇന്ന് കാണിച്ച ചെടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ചെടികളാണെങ്കിൽ വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് തരാം. അതുപോലെ ഒരു കുഞ്ഞു കമൻറ്റും കൂടെ എഴുതിയിട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.